T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് തകർപ്പൻ തുടക്കം. സഞ്ജുവിനും അഭിഷേകിനും അർദ്ധ സെഞ്ചുറി. ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് നേടിയത് 98 റൺസ്. സഞ്ജു സ്വന്തമാക്കിയത് മൂന്നാമത്തെ തുടർച്ചയായ അർദ്ധ സെഞ്ചുറി. CPM വയനാട് ജില്ലാ സെക്രട്ടറിയെ വീഡിയോ കോളിൽ വിളിച്ച് മമ്മൂട്ടി. നടപടി ടൌൺഷിപ്പ് സന്ദർശനത്തിനിടെ ഉണ്ടായ വിവാദത്തിന് പിന്നാലെ അപമാനിച്ചതല്ലെന്ന് വിശദീകരണം. വിവാദം അവസാനിപ്പിക്കണമെന്ന് കെ റഫീഖ്. സൈബർ ആക്രമണത്തെ തള്ളി മന്ത്രിമാർ. ഒൻപതാം നാളിലും പശ്ചിമേഷ്യ സംഘർഷഭരിതം. GCC രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം. ദുബായിൽ ഡ്രോൺ അവശിഷ്ടം വീണ് ഒരു മരണം. ബഹ്റൈനിൽ ഡ്രോൺ അവശിഷ്ടം വീണ് 3 പേർക്ക് പരിക്ക്. കുവൈറ്റിൽ 2 സുരക്ഷാ ജീവനക്കാർ കൊല്ലപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ 4 മന്ത്രിമാർ മത്സര രംഗത്ത്. തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ, അടൂരിൽ പ്രിജി ശശിധരൻ. ചിറ്റയം ഗോപകുമാർ നിളവില്ല. 3 തവണ മത്സരിച്ച 6 പേരെ ഒഴിവാക്കി. സർക്കാരിന്റെ PR പ്രചരണത്തിൽ നടി ഭാവനയും. തുടരുമെന്ന പേരിൽ ഭാവനയുടെ പരസ്യം പുറത്തിറങ്ങി. കേരള സ്റ്റോറി എന്ന പേരിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിന് തുടക്കം കുറിച്ച LDF. യാഥാർത്ഥ്യങ്ങൾ വക്രീകരിക്കുന്നതിനെതിരെ പ്രചരണമെന്ന് നേതൃത്വം. ഇടത് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പാലാ രൂപത. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് മദ്യത്തെ ജനകീയവൽക്കരിക്കുകയാണെന്ന് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി നൽകിയതിൽ സർക്കാരിനെതിരെ പള്ളികളിൽ സർക്കുലർ. ₹1 ഷൂസ് വാങ്ങാൻ കോഴിക്കോട്ടെ കടയിലേക്ക് ഇടിച്ചു കയറിയത് 10,000-ഓളം പേർ. സംഘർഷം, പോലീസ് ലാത്തി വീശി. നിരവധി പേർക്ക് പരിക്ക്. കട ഉടമകൾക്കെതിരെ കേസ്. 8 പേർ കസ്റ്റഡിയിൽ. ബംഗാളിലെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിലെ പ്രോട്ടോകോൾ ലംഘനത്തിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വിവാദമായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. രാഷ്ട്രപതി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മമത.